ഹായ് ഹലോ എല്ലാവർക്കും പത്തനംതിട്ട സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം. റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ പറയട്ടെ, ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ആദർശ് പിന്നാലെ പോവുകയാണ്. നമ്മുടെ നയനയും അതുപോലെ തന്നെ നമ്മുടെ നവ്യയും നിർമ്മലിനെ കാണാനായിട്ട് രാത്രിയിൽ ഇങ്ങനെ ഇറങ്ങി പോവുകയാണ്. അപ്പോൾ നവ്യയോട് നമ്മുടെ നയന പറയുകയാണ്, ചേച്ചി ഇവിടെ നിന്നാൽ മതി, ഞാൻ തന്നെ മുമ്പേ പോയിക്കോളാം എന്ന് പറയുകയാണ്. അപ്പോൾ അതേ സമയത്ത് ആദർശാണെങ്കിൽ ഇങ്ങനെ ഗാർഡൻ്റെ പരിസരത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽപ്പുണ്ട്. ഇങ്ങനെ ആദർശ് നടന്ന് മാറുമ്പോഴത്തേക്കിനും ഒരു ചെടിച്ചട്ടിയിൽ തട്ടി പുള്ളിക്കാരൻ വീഴാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ നവ്യ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്താ ആദർശേട്ടാ, എന്തു പറ്റി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ആദർശ് പറയണേ, ഒന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് അഭി ഇതെല്ലാം വീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാരണം ഫോട്ടോ എടുക്കാനൊക്കെ തയ്യാറായിട്ട് നിൽക്കുകയാണല്ലോ പുള്ളിക്കാരൻ. അപ്പോൾ നോക്കുമ്പോൾ കാണുകയാണ് നമ്മുടെ നവ്യയും ആദർശും കൂടി ഇങ്ങനെ ഇരുട്ടത്ത് നിൽക്കുന്നത് കാണുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അഭി മനസ്സിൽ ചോദിക്കുകയാണ്, ഇവളാണോ അപ്പോൾ ആദർശേട്ടൻ്റെ അടുത്ത് നിൽക്കുന്നത്? അപ്പോൾ അങ്ങോട്ടേക്ക് നിർമ്മലിൻ്റെ അടുത്തേക്ക് പോയതാരായിരിക്കും? നയനയായിരിക്കും എന്നിങ്ങനെ അപ്പോഴും മനസ്സിലാവുകയാണ് നമ്മുടെ അപ്പോൾ അഭിക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ അപ്പോൾ തന്നെ നമ്മുടെ അഭി നമ്മുടെ നിർമ്മലിനെ കോൾ ചെയ്യുകയാണ്. ആ സമയത്തിന് നമ്മുടെ നവ്യ ഇങ്ങനെ ആദർശിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ നയന നേരെ നമ്മുടെ നിർമ്മലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നിർമ്മൽ നമ്മുടെ നയനയെ കണ്ടിട്ട് ഇങ്ങനെ നവ്യയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങി ഇങ്ങനെ പുള്ളിക്കാരത്തിൻ്റെ അടുത്തേക്ക് നടന്ന് ചെല്ലുകയാണ്. അപ്പോൾ ആ സമയത്തിനാണ് അഭിയുടെ കോൾ വരുന്നത്. അപ്പോൾ അഭി വിളിച്ചിട്ട് പറയുന്നത്, എടാ നിർമ്മലെ, ഇവിടെ ആകെ എല്ലാം കുളമായിട്ടിരിക്കുകയാണ്, താൻ വേഗം ഓടി രക്ഷപ്പെട്ടോളൂ, എങ്ങോട്ടെങ്കിലും പൊയ്ക്കോ, കാരണം നിൻ്റെ മുന്നിൽ നിൽക്കുന്നത് നവ്യയല്ല, അവളുടെ അനിയത്തി നയനയാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ നിർമ്മല ഭയന്ന് പോവുകയാണ്. പെട്ടെന്ന് തന്നെ പുള്ളിക്കാരൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്ക് നവ്യ നമ്മുടെ നയന കടന്ന് പിടിക്കുകയാണ്, പോകാൻ അനുവദിക്കാതെ വിടുകയാണ്. അപ്പോൾ ആ സമയത്തിന് തന്നെ നമ്മുടെ നിർമ്മൽ നമ്മുടെ നയനയെ വലിച്ചെറിഞ്ഞിട്ട് തള്ളിയിട്ടിട്ട് ഒറ്റൊരു പോക്ക് പോവുകയാണ്. അതേസമയം നമ്മുടെ നിർമ്മലിൻ്റെ പിന്നാലെ പോലീസുകാരും പോവുകയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും അതേസമയം നമ്മുടെ നയനയാണെങ്കിൽ നിലത്ത് കിടക്കുകയാണ്. അപ്പോൾ ഓടി വന്നിട്ട് നമ്മുടെ നവ്യയും അതുപോലെ ആദർശും കൂടെ വന്നിട്ട് നമ്മുടെ നയനയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, അയ്യോ നിനക്ക് വേദനിച്ചോ നയനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. നമ്മുടെ നവ്യ ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും പറ്റിയോ, വേദനിക്കുന്നുണ്ടോ, അയ്യോ നിൻ്റെ കൈ മുറിഞ്ഞല്ലോ, ചോര പൊടിയുന്നുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സാരമില്ല ചേച്ചി, എനിക്ക് ഒരു വിഷമമേ ഉള്ളൂ, എന്നാലും അവൻ ഓടി രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അതേ സമയത്ത് ആദർശ് ചോദിക്കുകയാണ്, ഇതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നയന ചോദിക്കുകയാണ്, ആദർശേട്ടൻ എങ്ങനെ മനസ്സിലായി നമ്മളിങ്ങ് വന്നു എന്നുള്ള കാര്യം? അപ്പോൾ ആദർശ് പറയുകയാണ്, ഉറക്കത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉണർന്നപ്പോൾ നിന്നെ കണ്ടില്ലായിരുന്നു, അപ്പോൾ തന്നെ എനിക്കറിയായിരുന്നു നീ ഇവളെയും കൂട്ടി ഇതുപോലൊരു സാഹസത്തിനായിട്ട് വന്നിട്ടുണ്ടാവുമെന്ന്, അങ്ങനെയാണ് ഞാൻ പിന്നാലെ വന്നത് എന്നിങ്ങനെ നമ്മുടെ ആദർശ് പറയുകയാണ്. അങ്ങനെ നമ്മുടെ അതേ സമയത്തുണ്ടല്ലോ ഹാളിൽ എല്ലാവരും ഉണർന്നിരിക്കുകയാണ്. അങ്ങനെ ആദ്യം നമ്മുടെ മുത്തശ്ശനും ഒക്കെ വരികയാണ്. എന്നിട്ട് മുത്തശ്ശിയും പറയാണ്, ഉമ്മറത്ത് കോലമൊന്നും കണ്ടില്ലല്ലോ, മോൾ എന്താണാവോ എഴുന്നേക്കാൻ താമസിക്കുന്നത്, സാധാരണ രാവിലെ എണീച്ച് കോലമൊക്കെ വരയ്ക്കാറുള്ളതാണല്ലോ മോള് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയാണ്, ഇപ്പോൾ സമയമൊക്കെ ഇച്ചിരി മഴയും കാലമൊക്കെ അല്ലേ, അവർ ചെറിയ പിള്ളേരല്ലേ, ചില ദിവസങ്ങളിലൊക്കെ പെൺകുട്ടികൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെ രാവിലെ ഉണരാനായിട്ട് താമസിക്കും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശിയും കൂടി ഭയങ്കര രസമൊക്കെ ആയിട്ട് അവരിങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ രസിച്ച് ചിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ നവ്യയും നയനയും അതുപോലെ ആദർശും കൂടി വരുന്നത്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ചോദിക്കണം, മോളെ നീ ഇതെവിടെ പോയതാ, എന്ത് പറ്റി, നിൻ്റെ കൈയൊക്കെ എന്താ വല്ലാണ്ടിരിക്കുന്നത്, അയ്യോ കൈ എന്താ മുറിഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മുത്തശ്ശി ചോദിക്കുകയാണ്. ഇതേ മഴ പെയ്യുന്നുണ്ട്, എൻ്റെ ദേഹത്തൊക്കെ വെള്ളം വീഴുന്നുണ്ട്, കാറ്റുണ്ട്, നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ട്, കണ്ടില്ലേ, അമ്പോ അങ്ങനെ മുത്തശ്ശി ചോദിക്കുകയാണ്. അപ്പോഴുടനെ ഉടനെ തന്നെ നമ്മുടെ നയന പറയുന്നതിന് മുമ്പായിട്ട് ആദർശ് ഇടയ്ക്ക് കയറി പറയുകയാണ്, അമ്മേ അത് എന്താണെന്ന് വെച്ചാൽ മുത്തശ്ശി, അപ്പോൾ ദേവയാനി ഉണ്ട് കേട്ടോ, ദേവയാനി ജലജ എല്ലാ ടീമുകളും വന്ന് നിരന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദർശ് പറയുകയാണ്, മുത്തശ്ശി അത് മറ്റൊന്നുമല്ല, നമ്മൾ നടക്കാൻ പോവുമായിരുന്നു രാവിലെ. നടക്കാനോ?
അതിന് ഇവള് വരുമോ നടക്കാനായിട്ട് എന്നിങ്ങനെ ചോദിക്കേണ്ട ദേവയാനി, അതായത് നവ്യ. അപ്പോൾ ആദർശ് പറയണം, ഞാനും നയനയും കൂടി നടക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ഇവൾ നേരത്തെ ഉണർന്നു, അങ്ങനെ ഇവളും നമ്മുടെ കൂടെ കൂടി, ഇവൾക്ക് ഇതിനൊക്കെ മടിയല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നയന പറയണം, ചേച്ചിക്ക് മടിയാണ്, പക്ഷേ ചേച്ചിക്ക് ഇപ്പോൾ ഇത്തിരി തടി കൂടുന്നതുകൊണ്ട് ചേച്ചി നമ്മുടെ കൂടെ ഇനി എന്നും വ്യായാമം ചെയ്യാനൊക്കെ നടക്കാനൊക്കെ വരാം എന്നിങ്ങനെ പറഞ്ഞിരിക്കുകയാണെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്ക് ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ജലജയ്ക്ക് പിടിക്കുന്നില്ല. അപ്പോൾ ജലജ പറയണം, ഇവളിനെ നടക്കാത്തതിൻ്റെ കുറവേ ഉള്ളൂ, ബാക്കി എല്ലാം അങ്ങ് തികഞ്ഞല്ലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചിങ്ങനെ പറയുകയാണ് പുള്ളിക്കാരത്തി. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ പറയണം, മോളെ വ്യായാമമൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ട് നല്ലത് തന്നെയാണ് എന്നിങ്ങനെ പറയുന്നു. അപ്പോൾ ആ സമയത്തിന് നോക്കുമ്പോഴത്തേക്ക് നയന എന്ന് പറഞ്ഞിട്ട് നയനയുടെ കാലിൽ ഇങ്ങനെ വല്ലാണ്ട് വേദന എടുക്കുന്നതൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുകയാണ്, അയ്യോ മോളുടെ കാല് നല്ല വേദനയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നയന പറയണം, കുറച്ച് വേദനയുണ്ട് മുത്തശ്ശ എന്നിങ്ങനെ പറയണം. അപ്പോൾ മുത്തശ്ശൻ പറയണം, എടാ മോളുടെ കയ്യിൽ മുറിവുണ്ട്, കാലിന് വേദനയുണ്ട്, എന്നിട്ട് നീ എന്താ മോളെ നല്ലൊരു ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരാഞ്ഞത്? അപ്പോൾ ആദർശ് പറയണേ, അതിനു വേണ്ടിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, നീ അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല. ഒരു പക്ഷേ ഒടിവോ ചതവോ ഒക്കെ ഉണ്ടെങ്കിലേ അറിയാൻ പറ്റില്ല, ഇന്നത്തെ കാലമാണ്. അതുമാത്രമല്ല, മോൾക്ക് എത്ര വേദന ഉണ്ടെങ്കിലും മോൾ അതൊക്കെ അങ്ങ് സഹിക്കും, അതാ മോളുടെ സ്വഭാവം. മോളായിട്ടൊന്നും ആവശ്യപ്പെടില്ല, പക്ഷെ നമ്മളായിട്ടല്ലേ അതൊക്കെ ചെയ്യേണ്ടത് എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുകയാണ് നമ്മുടെ ആദർശിനോട്. അങ്ങനെ അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശൻ പറയണം, നീ ഒരു കാര്യം ചെയ്യ്, മോളെ എടുത്ത് മുറിയിൽ കൊണ്ടുപോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശ് എടുക്കണോ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ദേവയാനിയുടെ മുഖമുണ്ടല്ലോ ഒരു കൊട്ട ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആ സമയത്തിന് മുത്തശ്ശൻ പറയുകയാണ്, അതെ എടുക്കണം, നീ മര്യാദയ്ക്ക് മോളെ എടുത്ത് മുറിയിൽ കൊണ്ടുപോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവയാനി ചോദിക്കണം, അതിൻ്റെ ആവശ്യമുണ്ടോ അച്ഛാ? അല്ലെങ്കിൽ തന്നെ ഇവളുമാരെയും കൂട്ടി പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കുള്ളെന്ന് എനിക്കറിയാം, ഇവളുമാരെയൊന്നും പുറത്ത് കൊണ്ടുപോകാൻ പോലും കൊള്ളില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ മുത്തശ്ശി ചോദിക്കുകയാണ്, എൻ്റെ ദേവയാനി, നിന്നെയും കൂട്ടി എത്രയോ തവണ ജയം പണ്ടൊക്കെ പുറത്ത് പോയിട്ട് വരുമ്പം എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ട്, അപ്പോഴൊന്നും നിനക്കിത് തോന്നിയിട്ടില്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ആദർശാണെങ്കിൽ അതേസമയം നമ്മുടെ നയനയെ എടുത്തുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. നേരെ സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നതിന് ശേഷം നമ്മുടെ നയനയെ നിലത്തേക്ക് വെക്കുകയാണ്. അങ്ങനെ അപ്പോഴത്തേക്കിനും അവിടെ ഒരു പാട്ട് വരികയാണ്. പാട്ടെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസ് അല്ല, നമ്മുടെ മൈ ബോസിലെ എന്തിനെന്നറിയില്ല എപ്പോഴെന്നറിയില്ല എന്നുള്ളൊരു സോങ് ഉണ്ടല്ലോ, അത് ഞാൻ പാടിക്കുളമാക്കുന്നില്ല. അങ്ങനെ ആ ഒരു സോങ് അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. അങ്ങനെ ആ പാട്ട് ഭയങ്കര രസമായിട്ടാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ആ പാട്ടൊക്കെ കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ആദർശ് ഇങ്ങനെ നമ്മുടെ നയനയുടെ കയ്യിൽ മരുന്ന് വെച്ച് കെട്ടാനുള്ള ശ്രമമൊക്കെയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ആദർശിന് ഒരു കോള് വരികയാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കുന്നത്. പോലീസ് പറയുകയാണ്, ആ പുള്ളിക്കാരനെ നമ്മൾ തിരക്കുന്നുണ്ട്, ആ പറയുന്ന നിർമ്മൽ എന്ന് പറയുന്നു നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി, നമ്മൾ പക്ഷേ അന്വേഷിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയുകയാണ്. അതേസമയത്ത് നമ്മുടെ നിർമ്മലിനെയും കാണിക്കുന്നുണ്ട്. നിർമ്മലിങ്ങനെ പോലീസുകാരിങ്ങനെ തിരയുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ നിർമ്മൽ ഒരു വണ്ടിയുടെ ബാക്കിൽ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അതിന് പോലീസുകാർ നിർമ്മലിനെയും തിരഞ്ഞിങ്ങനെ അങ്ങ് പോവുകയാണ്. അതേസമയത്താണ് നമ്മുടെ ആദർശിനെ ഫോൺ വിളിച്ച് കാര്യം അറിയിക്കുന്നത്. അങ്ങനെ ആദർശ് അതിനുശേഷം നയനയോട് ചോദിക്കുകയാണ്, നിനക്ക് ഹോസ്പിറ്റലിൽ പോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ നയന പറയണേ, വേണ്ട ആദർശേട്ടാ, ഹോസ്പിറ്റലിലൊന്നും പോവേണ്ട, അതിന് വേണ്ടിയിട്ട് ഒന്നുമില്ല എന്നിങ്ങനെ പറയണം. അപ്പോൾ ആദർശ് പറയണേ, ഇപ്പോൾ എന്തായാലും തൽക്കാലം ഇവിടെ ഒരു മുറിവ് പറ്റിയ അത് ക്ലീൻ ചെയ്ത് വെച്ച് കെട്ടാനുള്ള ഫസ്റ്റ് എയ്ഡ് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് ആദർശ് ഒരു ഡ്രോ തുറക്കുകയാണ്. അതിനകത്തുനിന്ന് മരുന്നും ബാൻഡേജും എല്ലാം എടുക്കുകയാണ്. എന്നിട്ട് നയനയുടെ കൈ ക്ലീൻ ചെയ്യാൻ നേരത്ത് സ്പിരിറ്റ് വച്ച് തുടയ്ക്കല്ലേ എന്നിങ്ങനെ നയന പറയുകയാണ്, ഭയങ്കര നീറ്റിലാണെന്ന് പറയണം. അപ്പോൾ ആദർശ് പറയണം, ഒരു ഇത്തിരി നീറ്റിലൊക്കെ സഹിച്ചേ പറ്റൂ, പെട്ടെന്ന് കരിയും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ആദർശ് മുറിവൊക്കെ ക്ലീൻ ചെയ്ത് നമ്മുടെ നയനയുടെ കൈയൊക്കെ ക്ലീനാക്കി ഇങ്ങനെ വച്ച് കെട്ടിക്കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നയന പറയുകയാണ്, എന്തായാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് ആദർശേട്ടാ, എന്തായാലും ഇപ്പോൾ ചേച്ചിയെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നിർമ്മലില്ലേ, അത് എന്തായാലും അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്നതല്ല, അവൻ്റെ പിന്നിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് ആദർശ് ചോദിക്കണം, ആരുണ്ടെന്നാണ് നീ പറയുന്നത്, നീ എന്തിനാ ഇങ്ങനെ ചുമ്മാ ഇരുന്നുകൊണ്ട് ഓരോന്ന് ഊഹിച്ചെടുക്കുന്നത്? അല്ല ആദർശേട്ട ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അവനിപ്പോൾ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ അവനെന്നല്ല ആരായാലും ഒരു പെണ്ണിനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ആദ്യം ആവശ്യപ്പെടുന്നത് പണമാണ്, പക്ഷേ അവൻ ഈ സമയം വരെ പണം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയണം, അത് ഒരു പക്ഷേ പണം ആവശ്യപ്പെടാഞ്ഞത് അവൻ പക്ഷേ അതിനേക്കാൾ പ്രാധാന്യമുള്ള വേറെന്തെങ്കിലും ആയിരിക്കും നവ്യയിൽ നിന്നും ആഗ്രഹിക്കുന്നത്. കാരണം
വിവാഹം കഴിക്കുന്നതിന് മുമ്പ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവൻ നവ്യയെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിച്ചവനല്ലേ. അപ്പോൾ അതവിടെ ആ ഒരു വിഷയം അവിടെ തീർന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് അവൻ ഒരുപക്ഷെ അതങ്ങനെ ആയിരിക്കും നവ്യയിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവൻ ഇതുവരെയും പണമൊന്നും ആവശ്യപ്പെടാഞ്ഞത് എന്നിങ്ങനെ പറയുകയാണ് ആദർശ്. അപ്പോൾ ഇത് ഒളിഞ്ഞു നിന്ന് നമ്മുടെ അഭി കേൾക്കുകയാണ്. എന്നിട്ട് അഭി അവിടെ നിന്നങ്ങ് പോവുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നയന പറയുകയാണ്, എന്തായാലും ഈ വീട്ടിലുള്ള ആരെങ്കിലും ആയിരിക്കും ഇതിനൊക്കെ പിന്നിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആദർശ് പറയണതേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നിൻ്റെ ഈ ഊഹാപോഹമൊക്കെ നീ ഇവിടെ വെച്ച് നിർത്തിക്കൊള്ളണം. നിനക്ക് ഇങ്ങനെ ചുമ്മാ അങ്ങ് സംശയിക്കും എല്ലാവരും. ഇതെന്ത് സ്വഭാവമാണ് നിനക്ക് എന്നിങ്ങനെ പറയുകയാണ്, നമ്മുടെ നയനയോട് പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറയണം, എന്തായാലും വരുന്നത് വഴി വരട്ടെ, എന്തായാലും ഇനി അവനെ എന്തായാലും വെറുതെ വിടുന്ന പ്രശ്നമില്ല. നിനക്ക് മുറിവ് നല്ല വേദനയുണ്ടോ? വേദനയൊക്കെ സഹിക്കുക ആദർശേട്ടാ, പക്ഷെ അവനെ പിടിക്കാൻ പറ്റാഞ്ഞതിലാണ് എനിക്ക് സങ്കടം. അതൊന്നും ഓർത്ത് നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അവനെ പോലീസ് പിടിച്ചോളും എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ നവ്യ ഇങ്ങനെ ഇരിക്കുകയാണ്. നവ്യ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മെസ്സേജ് വരികയാണ്. അങ്ങനെ നമ്മുടെ നവ്യ അതെടുത്ത് നോക്കുമ്പോഴത്തേക്ക് അതിൽ നമ്മുടെ നിർമ്മൽ പണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ളൊരു മെസ്സേജാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ സമയം തന്നെ നവ്യ ഇങ്ങനെ നയനയോട് പറയാനായിട്ട് ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നയന അങ്ങോട്ടേക്ക് വരികയാണ്. നയന ചോദിക്കണേ, എന്താ ചേച്ചി ഇത് എങ്ങോട്ടാണ് പോകുന്നത്? എടി നയനെ, ഞാൻ നിന്നെ തിരക്കി അങ്ങോട്ട് വരികയായിരുന്നു. ഇത് ആ നിർമ്മലിൻ്റെ മെസ്സേജാണ്. അവൻ 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന പറഞ്ഞു, അങ്ങനെ വരട്ടെ, ഇപ്പം എനിക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പിടി കിട്ടുന്നുണ്ട്. കള്ളം കപ്പലിൽ തന്നെയാണ് ചേച്ചി എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദർശ് അങ്ങോട്ടേക്ക് വരികയാണ്. ആദർശ് ചോദിക്കണം, എന്താ ഇവിടെ പുതിയ വല്ല പ്രശ്നമുണ്ടോ? ആദർശേട്ടാ, ഇന്നലെ നമ്മൾ രണ്ടുപേരും ഇരുന്ന് സംസാരിച്ചത് ആദർശേട്ടന് ഓർമ്മയില്ലേ? ഇപ്പോൾ അതിന് ഫലം ഉണ്ടായിരിക്കുകയാണ്. എന്താ നയനെ? ആദർശേട്ടാ, നമ്മളിരുന്നുകൊണ്ട് പറഞ്ഞില്ലേ ആ നിർമ്മൽ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് പണം ആവശ്യപ്പെടാത്തതിൻ്റെ കാര്യം. ഇപ്പോൾ ചേച്ചിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്, 10 ലക്ഷം രൂപ വേണമെന്നും പറഞ്ഞിട്ട്. കണ്ടില്ലേ എന്നിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ആ മെസ്സേജ് ആദർശിന്. അപ്പോൾ ആദർശ് പറയണം, അത് ശരിയാണല്ലോ. അപ്പോൾ ഉടനെ നയന പറയാണ്, ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് കള്ളം കപ്പലിൽ തന്നെയാണെന്ന്. ഇതൊക്കെ ചെയ്യിക്കുന്നത് ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ നയന പറയണം. അപ്പോൾ ആദർശ് പറയണം, ഒരു പക്ഷേ അവൻ ഇപ്പോഴായിരിക്കും പണം ആവശ്യപ്പെടാൻ തോന്നിയതെങ്കിലോ, അതല്ലെങ്കിൽ ചിലപ്പോൾ ഇന്നലെ നിങ്ങളെ വിളിച്ചു വരുത്തിയത് അവിടെ വരുമ്പോഴത്തേക്ക് പണം ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടായിരുന്നെങ്കിലോ എന്നിങ്ങനെ ആദർശ് പറയണം. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നവ്യ പറയണം, അങ്ങനെയാണെങ്കിൽ അവന് ഫോണിലല്ലേ വിളിച്ച് പറയേണ്ടിയിരുന്നത്, വരുന്ന സമയത്തിന് പണവും കൂടി കൊണ്ടുവരണമെന്ന്. അങ്ങനെ അവൻ പറഞ്ഞില്ലല്ലോ എന്നിങ്ങനെ നവ്യയും പറയുകയാണ്. അപ്പോൾ ആദർശിനോട് നമ്മുടെ നയന പറയാണ്, എന്തായാലും ഇന്നലെ നമ്മൾ സംസാരിച്ച ഉടനെ ഇന്ന് 10 ലക്ഷം ആവശ്യപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ വീട്ടിനകത്ത് എന്നെ കള്ളനുണ്ട്, ഒരു ഒറ്റുകാരനുണ്ട് എന്നിങ്ങനെ നയന പറയുകയാണ്. അപ്പോൾ ആദർശ് പറയണം, അങ്ങനെയാണെങ്കിൽ ഈ വീട്ടിലിപ്പോൾ അങ്ങനെയുള്ള കുതന്ത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് അഭി ആണ് എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ആദർശ് പറയണം, എന്തായാലും ഒരു സംശയത്തിൻ്റെ പേരിൽ ആരുടെയും പേര് വലിച്ചഴക്കേണ്ട, ഇത് ഏത് വഴി പോകുന്നു നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് ആദർശ് അങ്ങ് പോവുകയാണ്. ആദർശ് പോകുന്ന സമയത്ത് നമ്മുടെ നയന വ്യക്തമായിട്ട് പറയുകയാണ് നമ്മുടെ നവ്യയോട്, ചേച്ചി എന്തായാലും ഇത് ഇന്നലെ ഞാനും ആദർശേട്ടനും സംസാരിച്ചതേ ഉള്ളൂ ഈ പൈസയുടെ കാര്യം. അപ്പോൾ അതിനമ്മച്ച് ഇപ്പോൾ പൈസ ചോദിക്കാനായിട്ട് ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തെങ്കിൽ സത്യത്തിൽ ഇത് അഭി കേട്ടിരുന്നു, ഞങ്ങൾ സംസാരിച്ചത് വല്ലതും അഭി കേട്ടിട്ടുണ്ടാവണം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ അഭി അവനാണ് സാധ്യത എന്നിങ്ങനെ നവ്യയോട് വെട്ടി തുറന്ന് നയന പറയുകയാണ്. സാധാരണ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നവ്യ യുദ്ധത്തിന് ഇറങ്ങുന്നതാണ് നയനയോടുകൂടി. പക്ഷേ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ പാവം ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അതിന് ശേഷം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഭിയാണ് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവളെ എങ്ങനെ ചവിട്ടിക്കൂട്ടി പുറത്ത് കളയണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണ്. എന്നിട്ട് അഭി ചിന്തിക്കുകയാണ്, എന്തെല്ലാം ഞാൻ ചെയ്തു ഇവളെ അവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴൊക്കെ അവൾ ഇങ്ങ് തിരിച്ച് കയറി വരികയാണ് ബൂമറാനെ പോലെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പുള്ളിക്കാരൻ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അഭി എന്നിട്ട് ആലോചിക്കുകയാണ്, എൻ്റെ എന്തുമാത്രം പണമാണ് ആ നിർമ്മലും പലരും ഒക്കെ ആയിട്ട് കൊണ്ടുപോയത്. ഇപ്പം ആണെങ്കിലോ എൻ്റെ കൈ ആകെ പാപ്പരായി. ഇനിയിപ്പോൾ എന്തായാലും അവനെ കൊണ്ട് 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ, ഉള്ളതാവട്ടെ, കിട്ടുന്നതെങ്കിലും മേടിച്ചെടുക്കാം എന്നുള്ള രീതിയിൽ ഇങ്ങനെ അഭിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജലജ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ജലജ ചോദിക്കണം, എന്താടാ നീ വലിയ ചിന്തയിലൊക്കെ ആണല്ലോ? ഒന്നുമില്ലല്ലോ. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. നീ ഇടയ്ക്ക് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിൻ്റെ ഭാര്യയെ ഇവിടെ നിന്ന് തുരത്താൻ വേണ്ടിയിട്ട് നീ എന്തൊക്കെയോ ചെയ്യുന്നെന്ന്. എന്നിട്ട് ഇപ്പോൾ അതിൻ്റെ പുകമറയൊക്കെ മാറിയോ? ഇപ്പം നിന്നെ കാണുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു
ഒരു ഉഷാറില്ലല്ലോടാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അഭി പറയണം, അമ്മേ അതിനൊക്കെയുള്ള പദ്ധതിയൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നലെ തന്നെ അവൾ ഇവിടെ നിന്ന് പുറത്താവേണ്ടതായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ അവൾ അനിയത്തി എന്ന് പറയുന്ന ആ പിശാചില്ലേ, അവളുടെ ഇടപെടലാണ് ഒന്നും നടക്കാതിരിക്കുന്നത്. സത്യത്തിൽ ആദ്യം പുറത്താക്കേണ്ടത് അവളെയാണ്. അവൾ പുറത്തായാൽ മാത്രമേ ഇവളെ പുറത്താക്കാൻ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ അഭി. അപ്പോൾ ജലജ പറയണേ, എടാ മണ്ടാ, നീ ഒരു വെറും ബുദ്ധി ഇല്ലാത്തവനായിപ്പോയല്ലോ. നീ എൻ്റെ മോൻ തന്നെയാണോ? എടാ നിൻ്റെ ഭാര്യയല്ലേ ഇന്നലെ നിൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയത്, എന്നിട്ട് നീ അറിഞ്ഞില്ലേ? അമ്മേ അത് ഞാൻ ഉറക്കത്തിലായിരുന്നു, നിൻ്റെ ഉറക്കം നീ എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ജലജ പറയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഇവളുമാരെ ഇവിടെ നിന്ന് പുറത്താക്കിയേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ അതേക്കുറിച്ച് തന്നെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഭിയാണെങ്കിൽ ഇനി എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നു, ഇനി ഏതൊക്കെ രീതി പോയാൽ നമ്മുടെ നവ്യയെ അവിടെ നിന്ന് പുറത്താക്കാം, നയനെ പുറത്താക്കാം എന്നൊക്കെയുള്ള ചിന്തകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അതോടുകൂടി എപ്പിസോഡ് തീരുകയാണ്. എൻ്റെ പൊന്നോ, അന്തം വിട്ട മഴയാണ്. മഴയത്ത് ഒരു എന്താ പറയുന്നത്, ഞാനിങ്ങനെ നമ്മുടെ വീടിൻ്റെ ഒരു ഓരത്തിങ്ങനെ പറ്റിച്ചേർന്ന് നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. ഒരു രക്ഷയില്ല, ഭയങ്കര മഴ. വീടിനകത്തിരുന്ന് കഴിഞ്ഞാൽ മഴയുടെയും കാറ്റിൻ്റെയും ഭയങ്കര ശബ്ദം, ഒരു രക്ഷയില്ല. വീടിന് പുറത്തിരുന്നാർക്കെയും അത് തന്നെയാണ് സ്ഥിതി. എന്തായാലും മഴ പെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലോ. ഇനി എന്താ പറയുന്നത്, ഇനിയിപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണം, ഇഷ്ടമല്ലാത്തവർ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തേക്കണം. അതുപോലെ ഇന്നത്തെ ഈ ഇന്നിടുന്ന വീഡിയോസിനൊന്നും സത്യം പറഞ്ഞാൽ ക്ലാരിറ്റി ഒന്നും വലുതായിട്ട് കാണില്ല വോയിസിൻ്റെ കാര്യത്തിൽ. കാരണം ഇത്രയും മഴയും പ്രശ്നവും കാറ്റൊക്കെ ആയിട്ടിരിക്കുന്നത് കൊണ്ട് എങ്ങനെ നോക്കിയാലും വീടിനകത്തായാലും പുറത്തായാലും ഇതുപോലെയൊക്കെ തന്നെ ആയിരിക്കും, ക്ഷമിക്കുക. ഇനി വരും ദിവസങ്ങളിൽ മഴയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് വളരെ വൃത്തിയുമായിട്ട് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.